15-കാരി ഡിംപിൾ 31-കാരനായ രാജേഷ് ഖന്നയോട് ചോദിച്ചു, ജീവിതകാലം മുഴുവൻ എന്റെ കൈ പിടിക്കാമോ? നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇന്ത്യൻ സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ രാജേഷ് ഖന്നയുമൊത്തുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഭിനേത്രിയും മുൻ ഭാര്യയുമായ ഡിംപിൾ കപാഡിയ. ചെറുപ്പം മുതലേ ഡ്രാമാറ്റിക് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. നാടകീയമായാണ് ഞാനെല്ലാം ചെയ്യാറുള്ളത്. അത് സിനിമയ്ക്ക് മുമ്പും ശേഷവുമെല്ലാം അങ്ങനെ തന്നെ. സ്വഭാവത്തിൽ കുറേയേറെ കുട്ടിത്തവുമുണ്ട്. അന്നെനിക്ക് 15 വയസ്സേയുള്ളൂ. സിനിമയിലും എത്തിയിട്ടില്ല. ഒരു സ്വകാര്യ ചടങ്ങിനായി അഹമ്മദാബാദിലേക്കുള്ള വിമാനയാത്രയിലായിരുന്നു ഞാൻ. എന്റെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്നത് രാജേഷ് ഖന്നയാണ്. അദ്ദേഹവും അതേ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ കുറച്ച് നാടകീയമായി അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെ വലിയ ആൾക്കൂട്ടമായിരിക്കും അല്ലേ? എന്റെ കൈ പിടിക്കാമോ? തീർച്ചയായും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ജീവിതകാലം മുഴുവൻ ഞാൻ വീണ്ടും ചോദിച്ചു. അതായിരുന്നു തുടക്കം. ഡിംപിൾ ഓർത്തെടുക്കുന്നു. 1973 അത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും 15 വയസ്സുള്ള ഡിംപിളും 31-കാരനായ രാജേഷ് ഖന്നയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. മുംബൈയിലെ ഹോട്ടൽ ഹൊറൈസണിൽ വെച്ച് ഗംഭീര റിസപ്ഷനും നടത്തി. അതുകഴിഞ്ഞ് മാസങ്ങൾക്കു ശേഷമാണ് ഡിംപിൾ അഭിനയിച്ച ആദ്യ സിനിമ ബോബി റിലീസാവുന്നത്. ബോബി എന്ന സിനിമ റിലീസായതോടെ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഡിംപിൾ താരമായത്. സിനിമ സൂപ്പർ ഹിറ്റായി. ഡിംപിൾ ധരിച്ച മിനി സ്കേർട്ടുകളും ഷോർട്ട് ഡ്രസ്സുകളും പോൾക്ക ഡോട്ടുള്ള മിഡ് റൈസ് ഷർട്ടും ചുവന്ന ബിക്കിനിയുമെല്ലാം അന്നത്തെ യുവാക്കളെ ആകർഷിച്ചു. അവരൊരു സ്റ്റൈൽ ഐക്കണായി മാറി. ഡിംപിളിനെ തേടി കുറെ അവസരങ്ങൾ വന്നു. പക്ഷേ എല്ലാത്തിനോടും അവർ നോ പറഞ്ഞു. ഡിംപിൾ അഭിനയിക്കുന്നതിനോട് രാജേഷ് ഖന്നയ്ക്ക് എതിർപ്പായിരുന്നുവെന്ന് അന്ന് പറയപ്പെട്ടു. അതിനൊപ്പം രാജേഷ് ഖന്നയുടെ പല സിനിമകളും പരാജയങ്ങളിലൂടെ കടന്നുപോയി. സിനിമകളുടെ പരാജയം ഞങ്ങളുടെ ബന്ധത്തെയും ബാധിച്ചു. എല്ലാ ആഴ്ച അവസാനവും സിനിമയ്ക്ക് എത്ര കളക്ഷൻ കിട്ടിയെന്നറിയാൻ വേണ്ടിയുള്ള രാജേഷിന്റെ കാത്തിരിപ്പ് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഇതിനിടെ 2 കുഞ്ഞുങ്ങളും പിറന്നു. അഭിനേത്രിയും അക്ഷയ് കുമാറിന്റെ ഭാര്യയുമായ ട്വിങ്കിൾ ഖന്നയും റിങ്കി ഖന്നയുമാണ് മക്കൾ. പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. ഇനിയും അവിടെ നിന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തേക്കുമെന്ന് എനിക്ക് തോന്നി. അതിനൊപ്പം ടീന മുനീമുമായി രാജേഷ് ഖന്ന അടുപ്പത്തിലാണെന്നും വാർത്തകൾ വന്നു. 1982 ഡിംപിൾ ആ വീട് വിട്ടിറങ്ങി. അകന്നു താമസിച്ചെങ്കിലും അവർ നിയമപരമായി വിവാഹമോചിതരായിരുന്നില്ല. പിരിഞ്ഞെങ്കിലും രാജേഷ് ഖന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അതിന്റെ പ്രചരണത്തിന് ഡിംപിളും എത്തി. 2012 രാജേഷ് ഖന്ന അസുഖബാധിതനായപ്പോൾ ഡിംപിൾ അദ്ദേഹത്തിനൊപ്പം തിരിച്ചെത്തി. മരണം വരെ നോക്കിയതും ഡിംപിൾ തന്നെ.